ഹലോ, ഞാൻ ബാവ സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഇൻ മോണ്ടിനിഗ്രോ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് 80 ലക്ഷം രൂപയ്ക്ക് ഒരു വില്ല വാങ്ങിയാൽ യൂറോപ്പിലൊരു പൗരത്വം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു മോണ്ടിനിഗ്രോയിൽ. അതിന് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറച്ച് കമൻസ് വന്നിരുന്നു. അപ്പോൾ ആ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കമൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ കമൻസ് ശരിക്കുകയാണെങ്കിൽ 80 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഇവിടെ പെൻഷൻ കിട്ടൂലേ, ഇതിനേക്കാളും കൂടുതൽ എന്നുള്ളതാണ് അദ്ദേഹം വിചാരിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ശരിക്കും 80 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പെൻഷൻ ബാങ്കിനുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് FD ആയിട്ടാണ് ഇടാൻ പറ്റുന്നത്. FD ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 6 to 7%, ചിലപ്പോൾ 8% ഒക്കെ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അത് നാഷണൽ ബാങ്കുകളും അങ്ങനെയുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശരിക്കും വരണമെങ്കിൽ 8% ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ആ ഇൻട്രസ്റ്റിൽ ശരിക്കും വരണമെങ്കിൽ നമുക്ക് TDS കട്ട് ചെയ്യും. TDS കട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേക്ക് ഹോം, അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ശരിക്കും ഒരു 4 to 5% ഒക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ അറിവിൽ. പക്ഷേ നമ്മളിപ്പോൾ ഒരു 80 ലക്ഷം രൂപയ്ക്ക് മോണ്ടിനിഗ്രോയിൽ വില്ല വാങ്ങിയാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ശരിക്കും വരണമെങ്കിൽ ഈ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ മോണ്ടിനിഗ്രോയിൽ ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ ടൂറിസം ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5 മാസം പ്യുവർലി ടൂറിസ്റ്റ് വരുന്ന സമയമാണ്. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു 2 times 3 times ഒക്കെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഫ്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞപ്പോൾ ഒരു 1 bedroom ഒരു വില്ല, ഒരു സെമി ഇൻഡിപെൻഡൻറ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വാങ്ങുന്നവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മിനിമം ഒരു ദിവസം ഒരു 50 to 60 euro per day റെൻറ്റ് കിട്ടും. അതായത് നമ്മളൊരു 5,000 Indian rupees വെച്ച് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 150 days, അതായത് ഒരു വർഷത്തിൽ 12 മാസത്തിൽ 7 മാസവും നമുക്ക് കൊടുത്തില്ലാലും കൊടുക്കാതെ 5 മാസം മാത്രം റൺ ചെയ്താൽ തന്നെ 150 into 50 അല്ലെങ്കിൽ 60 euro വെച്ച് കണക്കാക്കിയാൽ ഏകദേശം ഒരു 10 to 12% നമുക്ക് റിട്ടേൺസ് കിട്ടും. റെൻ്റൽ റിട്ടേൺസ് ഞാൻ പറഞ്ഞു. അതിന് നമുക്ക് റെൻ്റൽ മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്, അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് തരും. പിന്നെ രണ്ടാമത്തേത് തന്നെ, ഇത് ഈ കൺട്രി ശരിക്കും പറയുന്നത് 2026, 27 ആ ഒരു സമയത്ത് ഇവർ യൂറോപ്പിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു കൺട്രിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അത് യൂറോപ്പിനുള്ളിൽ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ, നമ്മുടെ 80 ലക്ഷം രൂപയുടെ ബില്ല് എന്നുള്ള ഒരു അപ്രീസിയേഷൻ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഇതെല്ലാം CVU ആയിട്ടുള്ള വില്ലകളാണ്. ബാർ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്, അവിടെ PR കിട്ടാൻ ടഫ് അല്ലേ, 11 മാസം വരെ അവിടെ നിന്നാലല്ലേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷെ 11 മാസം നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 9 to 10 months ഒക്കെയാണ് അവർ പറയുന്നത്. അത് എല്ലാവരും നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളോ 2 പേരോ നിന്നാൽ മതി. പിന്നെ അതിന് ശരിക്കും പറയണമെങ്കിൽ അത് നമ്മൾ ഓരോ കൺട്രിയുടെ ഒരു പോളിസിയാണല്ലോ. നമ്മളിപ്പോൾ ഒരു PR പെർമനന്റ് റെസിഡന്റിലേക്ക് വരണമെങ്കിൽ ഇത്രയും നിൽക്കണം എന്നുള്ളതാണ്. അത് മിക്ക കൺട്രിക്കും അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. പക്ഷെ അതിൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വില്ല എടുത്തിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിൽ ചെയ്യാൻ വരുന്ന സമയത്ത് നിന്നാൽ മതിയല്ലോ. അതുവരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റെൻ്റൽ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി വർഷത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് വന്നാൽ മതി. ഇനി അതില്ലെങ്കിലും തന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ആ വിസ എടുത്ത് വരണം എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടികളുണ്ട്, വിസ കിട്ടാൻ പറ്റുന്ന എളുപ്പമായിരിക്കും. ഓക്കെ, മൂന്നാമത്തത്, കേരളത്തിൽ ഇതൊക്കെ ഫ്രീ ആണല്ലോ എന്നുള്ളതാണ്. കാരണം നമ്മളൊരു റെസിഡന്റ് വിസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് കംപ്ലീറ്റ് ഫ്രീ ആണ് നമ്മളുടെ, അതുപോലെ നമുക്ക് പെൻഷൻ കിട്ടും. ഇതെല്ലാം കേരളത്തിലും ഫ്രീ ആണല്ലോ എന്നുള്ളതാണ് ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ എല്ലാം ഫ്രീ ആണെന്ന് എൻ്റെ അറിവിലില്ല. കാരണം ഓഫ് കോഴ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ പെൻഷൻ എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മൂന്നാമത്, നമ്മളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ അല്ല നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഒരു കമ്പാരിസൺ അല്ല. അത് അദ്ദേഹത്തിന് അറിവില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നാട്ടിൽ തൊഴിലവസരങ്ങളുണ്ടോ, ഇവിടെ തൊഴിലവസരങ്ങളുണ്ടോ എന്നുള്ളതാണ് മോണ്ടിനിഗ്രോയിൽ. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ മോണ്ടിനിഗ്രോയിൽ തൊഴിലവസരങ്ങൾ കുറവാണ്. അതായത് ഇവിടെ ബിസിനസ് അവസരങ്ങളാണുള്ളത്. ബിസിനസ് ഒരുപാട് അവസരങ്ങളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. പക്ഷേ അതിന് സാലറി അത്ര ഉണ്ടാവില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. അപ്പോൾ അതാണ് അതിനുള്ള ഒരു ആൻസർ. അടുത്തത് വരുന്നത്, മിക്കവാറും വില്ല പ്രോജക്റ്റുകൾ നിക്ഷേപങ്ങളായിട്ടാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യത ആണ് ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ആ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ, ഇതൊരു പുതിയ കമ്പനിയല്ല. ശരിക്കും ഞാനൊരു ആർമിയിലായിരുന്നു, ആർമി റിട്ടയർ ആണ് ഞാൻ. 2006 ഇത് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കയറുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ഒരു 25 years ആയിട്ട്, അതായത് 25 years ആയിട്ട് നമ്മൾ 2006 അല്ലാണ്ട് 2000 ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കയറുന്നത്. അതിനുശേഷം 24 years ആയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കേരളത്തിൽ ഏകദേശം ഒരു 50ഓളം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്.
പ്രധാനപ്പെട്ട എന്താ പറയുക ഈ നമ്മുടെ ജോസ്കോ ഗ്രൂപ്പ്, അതുപോലെ നിറമറ ഗ്രൂപ്പ്, ഇവർക്കൊക്കെ നമ്മൾ വില്ല പണിത് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു റിസോർട്ട് മൂന്നാറിലുണ്ട്. അപ്പോൾ നമ്മളൊരു 24 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അന്വേഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അതിനെപ്പറ്റി യാതൊരു ഇതും വേണ്ട, കാരണം ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. പിന്നെ മോണ്ടിനിഗ്രോ നമ്മൾ വന്നിട്ട് അധികമായില്ല, ഒരു 2.5 വർഷമായിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തത് ചോദിക്കുന്നത്, ഇത് മോണ്ടിനിഗ്രോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവതാളത്തിലാവും എന്നുള്ളതാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. കാരണം നമ്മളൊരു ബെറ്റർ ലൈഫ് സ്റ്റൈല്, ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ, നാട്ടിലുള്ളൊരു അവസരം, നാട്ടിൽ തന്നെ ഒരു താമസിച്ച് എല്ലാവരുമായിട്ട് അവിടെ കാണണം, അങ്ങനത്തെ ഉള്ള രീതി ഉള്ളവർക്ക് അങ്ങനത്തെ ഒരു ഇത്, അതിന് നമുക്കൊരു പ്രത്യേക ആൻസർ ഇല്ല. ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഓരോരുത്തരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. പക്ഷേ ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രി ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ താങ്ക് യു വെരി മച്ച്.